പ്രിയ സുഹൃത്തുക്കളെ, ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അഴിഞ്ഞാട്ടം ആരംഭിച്ചിരിക്കുന്നു. അത് അവിടുത്തെ ജനജീവിതത്തെ അങ്ങേയറ്റം ദുസ്സഹമാക്കുന്ന രീതിയിൽ തന്നെ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്കേവർക്കും ഇപ്പോൾ കേട്ടു പരിചിതമാണ്. ഇതിൻ്റെ ഉദ്ദേശമായി ഞാൻ കാണുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ക്രോണി ക്യാപിറ്റലിസം. ആ ദ്വീപിനെ മൊത്തത്തിൽ കൈയടക്കി, അവിടുത്തെ ജനവാസം ഇല്ലാണ്ടാക്കി, ആളുകളെ കുടി ഒഴിപ്പിച്ചു തന്നെ. 5 കാശ് കൊടുക്കാൻ പോലും ബാധ്യതയില്ലാതെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പാകത്തിൽ അവിടെ നിയമനിർമ്മാണത്തിന് തുനിയുകയാണ്. അത് ടൂറിസം മേഖലയെ ഉദ്ദേശിച്ചുകൊണ്ട്. ആരുടെ ടൂറിസം? ആർക്കു വേണ്ടി ടൂറിസം? വളരെ ചോദ്യമാണ്. നമ്മൾ കർഷക സമരം കണ്ടു. അന്ന് തുടങ്ങിയ സമരം ഇന്നു വരെ അവസാനിച്ചിട്ടില്ല. കേന്ദ്ര നേതൃത്വം ഇതിനെതിരെ ചെവി കൊടുക്കുന്നില്ല. അവർക്ക് കർഷകരുടെ വിഷയം, അതായത് നിങ്ങൾക്കെന്താണ് നന്മയെന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വർഗീയതയുടെയും ഫലമായി വന്നു. ജനത്തിൻ്റെ ഹിതം, ഇത്രയും ധൈര്യം ഈ ഭരണകർത്താക്കൾക്ക് എങ്ങനെ കിട്ടും? അത് ഞാൻ വഴിയെ പറയും. ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യം ക്രോണി ക്യാപിറ്റലിസം തന്നെയാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ശാപമാർന്ന മുഖമാണ് ഈ ക്രോണി ക്യാപിറ്റലിസം. അതതിൻ്റെ എല്ലാ ദുർമുഖങ്ങളും കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ പത്തി വിടർത്തി അടുത്ത സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അദാനി, അംബാനി, അങ്ങനെയൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കൾക്കുമൊക്കെ. രണ്ടാമത്, തെക്കൻ ഇന്ത്യയിൽ BJPക്ക് വേണ്ട പോലെ വർഗീയതയിട്ട് കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. വർഗീയതയുടെ വിത്ത് പാകി അത് മുളപ്പിക്കാൻ പാകത്തിൽ ഈ ലക്ഷദ്വീപിൻ്റെ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ ഒക്കുമോ എന്നുള്ള ശ്രമത്തിൻ്റെ കൂടി ഭാഗമായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ, മോദിക്ക് പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആൾ, വളരെ ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിവാദ പുരുഷനായി നിൽക്കുന്നത്. ദ്വീപവാസികളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമ്പോൾ നമ്മുടെ BJP പ്രബുദ്ധികളൊക്കെ പറയുന്നത് അത് ദ്വീപവാസികൾക്ക് വേണ്ടിയാണ് വികസനം. ആരുടെ വികസനം? എന്താണ് ഈ വികസനം എന്ന വാക്കുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ വികസനമാണ്, അല്ലാതെ ജനനന്മയെ ഉദ്ദേശിച്ചുള്ള വികസനമേ അല്ല. എങ്കിൽ നമുക്കതിൻ്റെ ചില പ്രത്യേക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബീഫ് നിരോധനം, ആർക്കും ഇഷ്ടമുള്ളത് കഴിക്കാം. ഇതൊരു ജനായത്ത ഭരണകൂടത്തിൻ്റെ, ജനായത്ത സമ്പ്രദായത്തിൻ്റെ രീതിയായിരിക്കും. ആഹാരം, വസ്ത്രം, പാർപ്പിടം, മതം, ജീവിത സാഹചര്യങ്ങളൊക്കെ അന്യന് ദോഷമില്ലാത്ത രീതിയിൽ സ്വീകരിക്കാൻ ഓരോ പൗരനെയും അനുവദിക്കുന്നതിലൂടെയാണ് ജനാധിപത്യം അതിൻ്റെ അന്തസത്ത പൂർണ്ണതയിലേക്ക് നീങ്ങുക. ഇവിടെ നീ എന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ തീരുമാനിച്ചത് നീ കഴിച്ച പന്നിയിറച്ചി, ബീഫ്, ഇത്തരം നിർബന്ധങ്ങൾ ഇവരുടെയൊക്കെ കൂടെ. ഞങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യണ്ട. എൻ്റെ സഹോദരി, എൻ്റെ അളിയന് ആ ഒരു ഉദാഹരണം ഞാനിവിടെ പറയും. ഈ ബീഫ് നിരോധനം എന്നുള്ളത് നിസാര കളിയല്ല ഷാനി, ഇതൊരു ചെറിയ കളിയല്ല. അതായത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കാൻ ഒക്കുമോ എന്നതിൻ്റെ ടെസ്റ്റ് ഡോസാണ്
മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ അവിടെ ബീഫ് നിരോധിക്കുന്നതിലൂടെ BJP ഉന്നം വയ്ക്കുന്നത്. അങ്ങനെ ഉന്നം വയ്ക്കുമ്പോൾ അത് വർഗീയതയിലേക്ക് നയിക്കാതിരിക്കത്തേയില്ല. അത് വഴിയെ നമുക്ക് നോക്കാം. അപ്പം ഇത് ഒരു ടെസ്റ്റ് ഡോസാണ്. ബീഫ് നിരോധനം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നടപ്പിലാക്കിയാൽ അതെങ്ങനെ, ഇതിൻ്റെ മുൻപാഠങ്ങൾ കാശ്മീരിലുണ്ട്. കാശ്മീരിലെടുത്ത നടപടികളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. സ്വയം അവകാശങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ട് തന്നെ, അവമതിച്ചുകൊണ്ട് തന്നെയാണ് ഈ പലസ്തീനിലെ ഹമാസിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു. ഇസ്രയേൽ അധിനിവേശം ഓരോരുത്തരുടെയും വീടുകൾ അതിക്രമിച്ചു കയറി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ച പൗരന്മാർ തങ്ങളുടെ രക്ഷകനായി ആരെയെങ്കിലും കാണും. ഇപ്പം തന്നെ ഞാനിന്നൊരു വീഡിയോ കണ്ടു. അതിൽ ഒരു ദ്വീപിവാസി പറയുന്നത്, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളുടെ എല്ലാം ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നിസ്സഹായരാണ്. ഈ തരുണത്തിലാണ് വർഗീയ കക്ഷികൾ അവിടെ പിടിമുറുക്കാനുള്ള തക്ക രംഗപ്രവേശനം ചെയ്യും. കേരളത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വർഗീയത ഇല്ലാത്ത ഒരു നാട്ടിൽ. ഒരു 10-25-30 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വർഗീയത ഇല്ലായിരുന്നു. ഇന്നോ അത് വളർച്ചയുടെ പടവിലാണ്. അത് രണ്ട് വർഗീയതയും തമ്മിൽ മത്സരിച്ചുകൊണ്ട് തന്നെ ഇവർ കൊണ്ടും കൊടുത്തുമാണ് വളരുന്നത്. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ BJP ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ ഹമാസ് പോലെ വളരെ സമാധാനമായി ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ആളുകളുടെ ഇടയിൽ വർഗീയത ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇത് സൗത്ത് ഇന്ത്യയിൽ ചിലവാക്കും. മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും ഇത് വിറ്റ് കാശാക്കാൻ പറ്റുമെന്നുള്ള വളരെ നീചമായ, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഇവർ കൽപ്പിക്കുന്ന വില എന്തെന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെയോ എന്നെയോ ഭരണകൂടത്തിന് എന്തും ചെയ്യാവുന്ന ഒരു കാടത്വത്തിലേക്ക് ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താകും? അതിലുപരി ജനങ്ങളുടെ ഭാവി എന്താകും? നിങ്ങൾ ഒരു ലക്ഷദ്വീപുകാരനാണെങ്കിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മാനസിക വ്യഥ, ഒരു നിയമം പറയുന്നത് വേണ്ടി വന്ന സർക്കാർ താല്പര്യത്തിന് വേണ്ടിയിട്ട് ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് ആരുടെ ഭൂമിയും നഷ്ടപരിഹാരം കൊടുക്കാതെ പിടിച്ചെടുക്കുക. ഏത് രാജ്യത്താണ് നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്? എത്ര മൃഗീയമായ, മനുഷ്യത്വരഹിതമായ, കരുണയറ്റ, ഇത് വർഗീയതയുടെ മുഖമുദ്രയെന്നേ. ഒരു വർഗീയതയും ഒരു ജനത്തെയും സ്നേഹിച്ചിട്ടേയില്ല, ജനവിരുദ്ധതയാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സാമർഥ്യത്തിലാണ് അവരുടെ വളർച്ച എന്നുള്ളത്. അഡ്മിനിസ്ട്രേറ്റർ തീരുമാനിക്കുകയാണ്, ഇന്ന പ്രദേശത്ത് ഇത് ഇത്രയും വീടുകൾ ഞാൻ ഒഴിപ്പിക്കുന്നു. ഒഴിപ്പിച്ചത് തന്നെ നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥ, പലായനം ചെയ്യേണ്ടി വരും, സ്ഥലം വിടേണ്ടി വരും എന്നുള്ളത്. അതുപോലെ ഗുണ്ട ആക്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, ഈ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയാതെ പോകുന്നില്ല. അതായത് ഈ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് നേരിട്ടറിയാൻ മാർഗമില്ല. ഞാൻ BBC-യിലൊക്കെ തപ്പി നോക്കി, അതിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഈ പറയപ്പെടുന്നത് ശരിയാണോ? സോഷ്യൽ മീഡിയ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ മീഡിയയിൽ കാണുന്നതൊക്കെ ശരിയെന്ന്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അബ്ദുല്ലക്കുട്ടി, നമ്മുടെ അതിശയക്കുട്ടി ഇതിനെ ന്യായീകരിച്ച് രംഗത്തോട് വന്നതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഈ കേൾക്കുന്നതൊക്കെ വാസ്തവം. BJP-ക്കാരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് കള്ളം പറച്ചിലാണ്. 50 രൂപ പെട്രോൾ, അച്ചാദിൻ, നോട്ട് നിരോധനവുമായി ബന്ധം എത്ര
വർത്തമാനമാണ് ഉദാഹരണ സഹിതം നമുക്ക് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ. ജനത്തിന് ഓർമ്മയില്ലെന്നാണ് ഇവരുടെ വിചാരം. ഓർമ്മയില്ല തന്നെ, അതൊരു മറ്റൊരു കാര്യമാണ്. അങ്ങനെ ഗുണ്ട ആക്ട് കൊണ്ടുവരാൻ കാരണം അവിടെ ഏതെങ്കിലും രീതിയിൽ അമർഷമോ പ്രതിഷേധമോ ഉണ്ടാകുകയാണെങ്കിൽ അടിച്ചമർത്തുക കൂടി വേണം. നിങ്ങൾ നോക്കൂ, കാശ്മീരിൽ അവിടെ നടക്കുന്നത് എന്താണ്? പൗരന് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ല. നേതാക്കളൊക്കെ വീട്ടുതടങ്കലിലാക്കിക്കൊണ്ട് എല്ലാ മാധ്യമ ഇൻ്റർനെറ്റ് ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ടുള്ള ഭീമത്സമായ രീതിയിലുള്ള നടപ്പിലാക്കലാണെങ്കിൽ എന്തു പറയാനാണ്? എങ്ങനെ പരിതപിക്കാതിരിക്കുമെന്നുള്ളതാണ്. അവിടെ ഈ ഗുണ്ട ആക്ട് കൊണ്ടുവരുന്നത് ഈ രണ്ട് ഉദ്ദേശവും വളരെ സമർത്ഥമായി നടത്തിയെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ സാംസ്കാരികവും രാഷ്ട്രീയവും മാനസിക നിലയിലും വ്യത്യാസമുണ്ട്. സൗത്ത് ഇന്ത്യക്കാരൊന്നും ചാണകം വാരി പൂശാൻ ഇലയിലൊക്കെ ഉരുളും, അതിൻ്റെ മറ്റൊരു വകഭേദമെന്നേ ഉള്ളൂ. പക്ഷേ ചാണകത്തിൽ കിടന്നുള്ളാണ് ഗോമൂത്രം കുടിക്കാനും വളരെ ചുരുക്കം ചില മന്ദബുദ്ധികളെ ഈ സംസ്ഥാനങ്ങളിൽ ഉള്ളുവെങ്കിൽ നോർത്ത് ഇന്ത്യയെ നോക്കുന്നത് അവിടെ സംസ്കാരവും രീതിയും കലയും ചിന്താപത് വേറെയാണ്. ഇത് ഭൂമിശാസ്ത്രപരമായി ഒരേ ഭൂമിയാണെങ്കിൽ രണ്ടു രീതിയിൽ ചിന്തിക്കുന്ന ജനതയാണ്, രണ്ടു രീതിയിൽ പെരുമാറുന്ന ജനതയാണ് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും. ഇപ്പോഴാണ് മരിച്ചുപോയ ആർ ബാലകൃഷ്ണ പിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം നമുക്ക് ഓർമ്മ വരുന്നത്. ഓരോ സംഭവങ്ങളും ഇങ്ങനെ ഫെഡറൽ സംവിധാനം ശക്തമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും തന്നെ വളരെ മോശമായ രീതിയിൽ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇത് ശിഥിലമാക്കാൻ പ്രേരകമാകുന്നതാണ് ഈ ഫെഡറലിസത്തോടുള്ള പുച്ഛവും നിഷേധാത്മകമായ നിലപാടും പറയാതിരിക്കാൻ. എന്തിനാണ് ഈ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ? തദ്ദേശീയമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ ഭരിക്കട്ടെ. 64,000 ആളുകളെ 30 സ്ക്വയർ കിലോമീറ്ററിനകത്ത് ജീവിക്കുന്നു. അവരെ ഭരിക്കാൻ അവർക്കാകുന്നില്ലെങ്കിൽ കേരളം ഭരിക്കുന്നു. അവിടെ ഒരു സാംസ്കാരികമായ രീതിയിൽ ഒത്തുപോകാത്ത ഒരു ഉടയോനെ, ഒരു മാടമ്പിയെ, ഒരു ചട്ടമ്പിയെ അവിടെ നിയമിച്ചുകൊണ്ട് ഇത്തരം പേക്കൂത്തരങ്ങൾ കാണിക്കുമ്പോൾ അത് അപലപനീയമാണ്, തെറ്റാണെന്നേ, ജനാധിപത്യ വിരുദ്ധമാണെന്നേ. അതുകൊണ്ട് അടിയന്തരമായി ഈ റെപ്രസെൻറ്റേറ്റീവിനെ തിരിച്ചു വിളിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അത് പല രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും. ഈ സാംസ്കാരിക സംഘടന എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിൽ വർഗീയത വിത്തുപാകാൻ ഉറ്റുനോറ്റിരിക്കുന്ന, നോമ്പ് നോറ്റിരിക്കുന്ന ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുക്കുകയാണ് BJP. കാരണം അതവർക്ക് ആവശ്യം. അവർക്ക് വിൽക്കേണ്ട ഒരു ചരക്ക് ഇവർ ഉൽപ്പാദിപ്പിച്ചു നൽകും എന്നുള്ളത്. അതുപോലെ ഒരു രസാവഹമായ കാര്യമാണ് അമൂലിൻ്റെ ബഹിഷ്കരണം. അത് ഇപ്പം ലക്ഷദ്വീപിലെ ആളുകൾക്ക് ക്ഷീര വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ അവർ അവിടെ സ്വീകരിക്കും. ഇന്ന് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടത്, ഇന്ത്യയിലും കേരളത്തിലും അമൂൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായി ഗുജറാത്ത് കേന്ദ്രീകൃതമായ അങ്ങനെ നമുക്ക് ബഹിഷ്കരിക്കാൻ പാകത്തിലാണോ അമൂൽ? തുച്ഛമായ വിലയ്ക്ക്
ഉൽപ്പന്നങ്ങൾ നൽകുന്ന, ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റില്ല. പക്ഷേ അമുൽ ഷുഗർ ഫ്രീ ചോക്ലേറ്റ് മാർക്കറ്റിൽ ലഭ്യമാണ്. എന്തു വിലയ്ക്ക്? 150 ഗ്രാമിന് 125 രൂപ. ഈ 150 ഗ്രാം ഷുഗർ ഫ്രീ ചോക്ലേറ്റ് മാർക്കറ്റിൽ വാങ്ങിക്കണമെങ്കിൽ 400-450 രൂപ കൊടുക്കണമെന്നേ. അവരുടെ എല്ലാ പ്രോഡക്റ്റും വില കുറച്ചാണ് അവർ വിൽക്കുന്നത്. തദ്ദേശീയമായ രീതിയിൽ അതിനെതിരെ പ്രതിരോധം വേണ്ടി വരുമെങ്കിൽ അവിടെയാണ്. ഇത് ഉദ്ദേശിച്ച ലക്ഷ്യത്തെ ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള നീക്കം ഇസ്ലാമിസ്റ്റുകൾ നടത്താതിരിക്കില്ല എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ. ഈ ദ്വീപ് പല ലക്ഷദ്വീപാണ്. അതിൽ ഒരു ദ്വീപ് കടലെടുത്ത് പോയിട്ടുണ്ട്. ഈ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് കടലെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശം. ഇന്ന് ഇവർക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന BJPയും അവരെ പ്രതിരോധിക്കാൻ വേണ്ടി കച്ചയിട്ട് കെട്ടി നിൽക്കുന്ന ജിഹാദികൾ എന്തെങ്കിലും വർത്തമാനം ഇതിനെതിരെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ജനനന്മ എന്നുള്ളത് ഇവരുടെ അജണ്ടയിലില്ലാത്ത കാര്യം. BJPയെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത് മരണവ്യാപാരികളാണ്. നമ്മൾ കണ്ടു ബംഗാളിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെന്നിട്ട് അവിടുത്തെ ഒരു കൂട്ടം കണ്ട് ഉത്സാഹപുളകിതനായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരു കൂട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. എപ്പോഴാണ് ഈ കോവിഡിൻ്റെ 2ാം വരവ് അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ആളുകളെ കൂട്ടിയിട്ട് പറയുകയാണ്, ഈ കൂട്ടം എനിക്ക് സന്തോഷം നൽകുന്നു. ആ കൂടിയ ആളുകളുടെ ഇന്നത്തെ അവസ്ഥയോ, അതിലെത്ര പേർ ആ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്? കണക്കെടുപ്പ് വേണ്ടതാണ്, ഉത്തരം പറയേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, കുംഭമേള അവസാനം ഗതികെട്ട് നിർത്തേണ്ടി വന്നു. ഇവരാണ് മരണവ്യാപാരികൾ. ഇവരെന്ത് ചെയ്തു? കോവിഡ് ഇല്ലാതിരുന്ന ആ പ്രദേശത്ത് ഈ വിവാദ അഡ്മിനിസ്ട്രേറ്റർ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് അവിടെ കോവിഡ് വിതച്ചു. ഇന്ന് വ്യാപനമായി പല ദ്വീപുകളും ഇന്ന് ലോക്ക്ഡൗണിലാണ്. അതായത് എങ്ങനെയെങ്കിലും ഞങ്ങൾ തിന്മ നിങ്ങൾക്ക് ചെയ്തു അടങ്ങൂ എന്ന സത്യപ്രതിജ്ഞയിൽ നിന്നുകൊണ്ടാണ് ഈ മരണവ്യാപാരികൾ. ഇതൊക്കെ പറഞ്ഞാലേ, ഞാൻ മാലദ്വീപിലാണെങ്കിൽ ലക്ഷദ്വീപിലാണെങ്കിൽ എപ്പോൾ അകത്തായി എന്ന് ചോദിച്ചാൽ മതി. കേരളത്തിൽ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടാം. പക്ഷെ ഒരു രാജ്യദ്രോഹിയാക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർനെറ്റ് നിരോധനം അവിടെയും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇൻ്റർനെറ്റ് നിരോധനമല്ല, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വിലക്കിടൽ. ഇന്ന് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പോസ്റ്റിട്ട ആളെ പോലീസ് നാളെ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുക. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുന്നതിനെ, അദ്ദേഹം പ്രവർത്തിക്കുന്നതിനെ ആരും പ്രതിരോധിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഫാസിസത്തിൻ്റെ തനതു രൂപം എടുത്ത് കാണിച്ചുകൊണ്ട് ആ ഗുജറാത്തുകാരൻ എട്ടും പൊട്ടും தெரியாത്ത അവറ്റകളെ, ആ ജനതയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടും ക്രോണി ക്യാപിറ്റലിസത്തിനും വേണ്ടി അരയും തലയും മുറുക്കി നിൽക്കുമ്പോൾ നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ, അതിനെതിരെ പറഞ്ഞില്ലെങ്കിൽ, ഇത് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുമുറ്റത്തെത്താൻ അധികം താമസിക്കും. കരുതിയിരിക്കൂ, പ്രതിഷേധിക്കൂ. ആ മാലദ്വീപിലെ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ 7 അയലത്ത് ഈ ഇസ്ലാമിക വർഗീയവാദികളെ അടുപ്പിക്കരുത്. വീട്ടിൽ നിന്നിറക്കി വിടുമ്പോൾ നിങ്ങൾക്ക് പരിചാരകരായിട്ട്
നിങ്ങൾക്ക് പരിചയന്തുന്നവരായി ഇവറ്റകൾ അവിടെ വരും. നിങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാശത്തിൻ്റെ വിനാശത്തിൻ്റെ ആരംഭമായിരിക്കും അത്. ചരിത്രം ആ പാഠമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നതെങ്കിൽ ലക്ഷദ്വീപ് നിവാസികളുടെ അങ്ങേയറ്റം കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവർ ഈ രണ്ടു തരം തീവ്രവാദത്തിനുമെതിരെ ഇന്നുവരെ അനുവർത്തിച്ച നയം മുഖം തിരിഞ്ഞ് നിൽക്കൽ സ്വീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.